ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും അധികം പ്രത്യേകതയുള്ള ഒരു മണ്ഡലമാണ് തൃക്കാക്കര. അതെ. തൃക്കാക്കരയുടെ പ്രത്യേകത എന്ന് പറയുമ്പോഴത്തേക്കും മറ്റൊരു മണ്ഡലത്തിനും കാണാൻ കഴിയാത്ത ചില കാര്യങ്ങളുണ്ടല്ലോ, അതെന്തൊക്കെയാണ്? തൃക്കാക്കരയുടെ അടിസ്ഥാനമായിട്ടുള്ള പ്രത്യേകത ഇത്തവണ സോഷ്യൽ മീഡിയ ആയിരിക്കും ഇവിടെ പല കാര്യങ്ങളും നിശ്ചയിക്കാൻ പോകണം. കാരണം മറ്റ് മണ്ഡലം പോലെ അല്ല, കേരളത്തിലെ മറ്റു പല മണ്ഡലങ്ങൾ പോലല്ല. പക്ഷേ ഒരു 70% ആൾക്കാരും ഫ്ലാറ്റുകളിൽ ജീവിക്കുന്നു. സ്ഥാനാർത്ഥിക്ക് ആളെ കണ്ട് വോട്ട് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയുള്ള മണ്ഡലമാണ്. വോട്ട് ചോദിക്കാൻ പറ്റില്ല, വോട്ട് ചോദിക്കാൻ നേരിട്ട്. അതായത് ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മളൊരു ഫ്ലാറ്റ് ജീവിക്കും. ആ ഫ്ലാറ്റ് എങ്ങനെയായിരിക്കും? എല്ലാ ഫ്ലാറ്റും സെക്യൂരിറ്റി ഉണ്ടാവും. സെക്യൂരിറ്റി കൊണ്ടാവുമോ? സെക്യൂരിറ്റി സിസ്റ്റം ഉണ്ടാവും വേറെ. അപ്പം ചിലപ്പോൾ നിങ്ങൾ ബയോമെട്രിക് വെച്ചിട്ടായിരിക്കും കയറുന്നത്. ഇത് പുറമേ നിന്നും ഒരു സ്ഥാനാർത്ഥിക്കോ അയാളുടെ അനുയായികൾക്കോ നോട്ടീസ് ഇടാൻ വരുന്നതിനോ ഒന്നും അങ്ങോട്ട് കയറാൻ പറ്റില്ല. അങ്ങനെ സംവിധാനമേ അല്ല. അപ്പോൾ ചിലയിടത്തോ ഫ്ലാറ്റിൻ്റെ ഒരുപക്ഷെ സെക്യൂരിറ്റി ഇരിക്കാൻ അടുത്ത് വരാം. ചിലർക്ക് ഗേറ്റിന് വെടി നിൽക്കാനേ പറ്റുള്ളൂ. അങ്ങനെ ഇലക്ഷന്മാർക്ക് വരുന്നവരെയൊന്നും അവിടെ എൻ്റർടൈൻ ചെയ്യില്ല. മിക്കവാറും ഫ്ലാറ്റ് ഉടമകൾ അല്ലെങ്കിൽ ഫ്ലാറ്റ് സൊസൈറ്റീസ് അത് എൻ്റർടൈൻ ചെയ്യുന്നില്ല. ഒരാളെ അനുവദിച്ച് എല്ലാവരെയും അനുവദിക്കണമല്ലോ. അപ്പം അങ്ങനെ പ്രശ്നമാണ്. ചുരുക്കി പറഞ്ഞാൽ നിറയെ ഫ്ലാറ്റുള്ള, കേരളത്തിലെ ഏറ്റവും അധികം ഫ്ലാറ്റുകളുള്ള സ്ഥലങ്ങളിലൊന്നാണ് തൃക്കാക്കര എന്ന് ആലോചിച്ച് നോക്കണം. IT പാർക്കുണ്ട്, അതുപോലെ നമ്മുടെ ഇൻഫോ പാർക്ക് ഇരിക്കണം, ഗവൺമെൻറ് സ്ഥാപനങ്ങളിരിക്കണം, യൂണിവേഴ്സിറ്റി ഉണ്ട്, കൊച്ചി യൂണിവേഴ്സിറ്റി ഇരിക്കുന്ന ഒരു വശത്ത്, കോളേജുകളുണ്ട്. ഇങ്ങനെയൊക്കെ ആയിട്ട് നിരവധി സ്ഥാപനങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, പിന്നെ വലിയൊരു ബിസിനസ് സെൻറ്റർ, എറണാകുളത്തിൻ്റെ റെസിഡൻഷ്യൽ ഏരിയ എല്ലാം കൂടെ വന്നിരിക്കുന്നത്. പക്ഷേ എങ്കിൽ പോലും IT-ക്കാണ് പ്രാധാന്യം. IT-യും അനുബന്ധമായിട്ടുള്ള നിരവധി ബിസിനസ്സുകൾ നടക്കുന്ന ഒരു സ്ഥലം. അപ്പോൾ ഇനി അവിടെ വീടുകളിൽ ചെന്ന് ക്യാമ്പയിൻ ചെയ്യാമെന്ന് വെച്ചാലും ഈ വീടുകളിൽ ഒറിജിനലി അവിടുത്തെ വോട്ടേഴ്സ് എത്ര പേരുണ്ടാവും? ഈ ഫ്ലാറ്റുകളിൽ തന്നെ ഉള്ളവരിൽ ഭൂരിപക്ഷം ആൾക്കാരും ഒരുപക്ഷെ തൃക്കാക്കര വോട്ടേഴ്സ് ആവണമെന്ന് നിർബന്ധമില്ല. അവർ വേറെടുത്ത് ഇവിടെ വന്ന് താമസിക്കുന്നവരായിരിക്കും. വോട്ടിൻ്റെ അന്ന് അവർ വേറെടുത്തേക്ക് പോകുമായിരിക്കും. പിന്നെ വീടുകളുള്ളവർ കുറേ പേര് ശരിയാണ്, ഇവിടെ വോട്ടേഴ്സ് ഉണ്ട്. കുറേ പേര് വീട് വാടകയ്ക്ക് കൊടുത്തേക്കുമായിരിക്കും. ഒരുപക്ഷെ വീടിൻ്റെ പോർഷൻ അല്ലെങ്കിൽ മുഴുവനായിട്ട് ഇതിൻ്റെ പെയിങ് ഗസ്റ്റുകൾ അവിടെ നിൽക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഒരു വല്ലാത്തൊരു, നമ്മൾ വഴി വെച്ച് കാണുന്ന ആൾ വോട്ടറാണ് എന്ന് നമുക്ക്. വേറൊരു മണ്ഡലത്തിൽ അങ്ങനെയല്ല. നമ്മൾ ഗ്രാമത്തിൽ ചെന്ന് ഒരാളെ കാണുന്നു, ചേട്ടാ എനിക്ക് വോട്ട് ചെയ്യണേ എന്ന് പറയാൻ ഒരു വഴിയും വേണ്ട. ഷെയ്ക്കാൻഡും കൊടുത്ത് ചെയ്തോളാം മോനെ, ഇന്നയാളല്ലേ. അപ്പം അവിടെ വോട്ടറായിരിക്കും. പാലായിലൊക്കെ പണ്ട് കേമാണി എന്ന് പറഞ്ഞാൽ മുഴുവൻ വോട്ടേഴ്സിനെ അറിയാം. ഓരോ വീട് ഇന്നതാണ്, അവിടുത്തെ ആ ഗ്രഹനാഥൻ ഇന്നയാളാണ്, ഭാര്യ മക്കളൊക്കെ ഇന്ന ആൾക്കാരാണ്. അവർക്ക് പേരെടുത്ത് അറിഞ്ഞ് പോകുന്നൊരു സമ്പ്രദായം. ഓരോ വീട്ടിലും അവർക്കൊക്കെ ആക്സസ് ഉണ്ട്, അറിയാൻ പറ്റും. അങ്ങനെയൊന്നും അല്ല തൃക്കാക്കര. തൃക്കാക്കര നേരെ തിരിച്ചാണ്. അതായത് കേരളത്തിൻ്റെ നമ്മൾ ഇന്നേ വരെ കാണാത്ത മറ്റൊരു മുഖമാണ് തൃക്കാക്കര മണ്ഡലം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ തൃക്കാക്കരയിൽ ആരാണ് കാര്യങ്ങൾ നിശ്ചയിക്കുന്നത്? സോഷ്യൽ മീഡിയ വഴിയുള്ള ക്യാമ്പയിനാണ്. കാരണം സോഷ്യൽ മീഡിയ നിങ്ങൾക്ക് റീച്ചുണ്ട്. നിങ്ങൾ ഫേസ്ബുക്കോ അല്ലെങ്കിൽ വാട്സാപ്പോ ഇൻസ്റ്റാഗ്രാമൊക്കെ ഉപയോഗിക്കുന്ന ആളാണെങ്കിൽ അവിടെ റീച്ചുണ്ട്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളിൽ കൂടിയാണ്. പിന്നെ ഫോൺ വിളിച്ചുള്ളൊരു സമ്പ്രദായം ഉണ്ട് കേട്ടോ, ഇല്ലയെന്നല്ല. ഇപ്പം പലയിടത്തും സ്ഥാനാർത്ഥികൾ ആ മണ്ഡലത്തിലെ മാക്സിമം ആൾക്കാരുടെ നമ്പർ കളക്ട് ചെയ്തിട്ട് നേരിട്ട് വിളിച്ച്, അല്ലെങ്കിൽ സ്ഥാനാർത്ഥിയുടെ ടീം ഇരുന്ന് വിളിക്കുന്നു, അല്ലെങ്കിൽ ഒരു കോൾ സെൻറ്ററിൽ നിന്ന് വിളിക്കുന്നു. ഇങ്ങനെയൊക്കെ ആയിട്ട് ചെയ്യാവുന്ന സംവിധാനങ്ങളുമുണ്ട്. എങ്കിൽ പോലും ഈ തൃക്കാക്കരയുടെ ഒരു പ്രധാന പ്രത്യേകത സോഷ്യൽ മീഡിയ ആണ് ഇതിൽ പ്രധാനം. ആ സോഷ്യൽ മീഡിയ വാറിൽ അത് വെച്ചുള്ള പ്രചരണത്തിൽ മുന്നിൽ നിൽക്കുന്നത് 2020 അഖിൽമാരാരാണ്. അതായത് NDAയുടെ സ്ഥാനാർത്ഥിയാണ് മുന്നിൽ വന്നേക്കുന്നത്. ഇതാണ് ഇതിൻ്റെ പ്രത്യേകത. സാധാരണ ഒരു UDF മണ്ഡലമായിട്ട് പരിഗണിക്കുന്നൊരു സ്ഥലമാണ്. ഉമാ തോമസ് ജയിച്ച സ്ഥലമാണ്. മുൻ MLA ആയിരുന്ന PT തോമസിൻ്റെ ഭാര്യ ഉമാ തോമസ്. അവിടെ ഒരു സഹതാപത്തിൻ്റെയൊക്കെ ഒരു തരംഗത്തുണ്ടായിരുന്നു അവർ ജയിച്ചപ്പോൾ. അപ്പം അവർക്ക് ധാരാളം പിന്തുണ കിട്ടിയ ഒരു സ്ഥലം, ഒരു പാരമ്പര്യ UDF മണ്ഡലം എന്ന് പറയാവുന്നൊരു മണ്ഡലമാണ്. അവിടെ അവർ ജയിച്ചത് വലിയ ഭൂരിപക്ഷത്തിലുമായിരുന്നു. അവർക്ക് 72,000 വോട്ട് വരെ കിട്ടിയിരുന്നു, ഇല്ലയെന്ന് പറയാൻ പറ്റില്ല. അവരുടെ എതിരാളിക്ക് കിട്ടിയത് 50,000 താഴെയാണ്. അങ്ങനെ LDFന് അങ്ങനെ ഒരു പരിതാപകരമായിട്ടൊരവസ്ഥയായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നു. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഞാൻ പറയണു, പ്രചരണത്തിൽ മുന്നിൽ അഖിൽമാരാരാണ്. സോഷ്യൽ മീഡിയയിൽ അതുകൊണ്ട് തന്നെ ഇവിടെ പ്രത്യേകം എന്താ വെച്ചാൽ അവൻ റീച്ചുണ്ട്. വോട്ടറിൽ റീച്ച് ചെയ്യുകയാണല്ലോ, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വോട്ടറിലേക്ക് റീച്ച് ചെയ്യുന്നു. അപ്പോൾ അയാൾ പറയാനുള്ള കാര്യങ്ങൾ കേൾക്കുന്നു. വളരെ പ്രൊഫഷണൽ സമീപനത്തിലാണ് അവിടെ നടക്കുന്നത്. അഖിൽമാരാരെ ആർക്കും ഇത് ചെയ്യേണ്ട ആവശ്യമില്ല, പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. ബിഗ് ബോസ് താരമാണ്, എല്ലാവർക്കും അറിയാം. അയാൾ ഏതെങ്കിലും വിധത്തിൽ മീഡിയയുടെ മുന്നിലോ സോഷ്യൽ മീഡിയയുടെ മുന്നിലോ ജനങ്ങളുടെ മുന്നിൽ എത്തുന്നുണ്ട്. അപ്പം ആൾക്കാർ ചർച്ച നടത്തുന്നുണ്ട്, പുള്ളിയെക്കുറിച്ച് പോസിറ്റീവും നെഗറ്റീവും ഒക്കെ ചർച്ച നടക്കുന്നുണ്ട്. പക്ഷേ ചെറുപ്പക്കാരനാണ്. ഹി റെപ്രസെൻറ്റ്സ് ജെൻസി. ധാരാളം ചെറുപ്പക്കാരുടെ സ്ഥലമാണ്. ജെൻസി ലെവലിലുള്ളവരും അവരൊക്കെ അല്പം കൂടി കൂടുതൽ പ്രായമുള്ള ആൾക്കാർ ഒരുപക്ഷെ ഏറ്റവും കൂടുതലൊരു മണ്ഡലവും തൃക്കാക്കരയാവും. കാരണം IT മേഖലയിലെ ജീവനക്കാർ ഏറ്റവും അധികം ഉണ്ട്. അങ്ങനെ ഒരു സ്ഥലമാണ്. അപ്പോൾ അവരിൽ കുറേ പേര് ഇവിടെ തന്നെ താമസിച്ച് വോട്ടേഴ്സ് ആയവരുണ്ട്, ആവാത്തവരും ഉണ്ടാവും, പ്രദേശത്ത് തന്നെ പണ്ടേ ഉള്ളവരും ഉണ്ടാവും. ഇങ്ങനെ 3 വിഭാഗം ഇവിടെ ഉണ്ട്. അപ്പോൾ ഈ ആൾക്കാർക്കിടയിൽ ഏറ്റവും കൂടുതൽ ചർച്ച ഞാൻ കണ്ടേക്കണത് അഖിൽമാരാരെ പറ്റിയാണ്. മറ്റു 2 സ്ഥാനാർത്ഥികളെ പറ്റിയല്ല ചർച്ച. അഖിൽമാരാർ എന്ത് ചെയ്യുന്നു, അവനെന്ത് പറയണം,
എന്ത് വിവാദം ഉണ്ടാക്കി, ഇങ്ങനെയുള്ള തരത്തിലുള്ള ചർച്ചകൾ അവിടെയുണ്ട്. അപ്പോൾ ചർച്ചയിൽ ആൾ സജീവമായിട്ട് ടോപ്പിക്കാണ് അങ്ങനെ വന്നിരിക്കുന്നത്. പിന്നെ ഇതുപോലെ തന്നെ സോഷ്യൽ മീഡിയ വഴി അതിൽ വളരെ രസകരമായൊരു ക്യാമ്പയിൻ ഈ കഴിഞ്ഞ ദിവസം ഞാൻ ഒന്ന് ശ്രദ്ധിച്ചു. അദ്ദേഹം ഒരു ലെറ്റർ എഴുതുന്നു. ആർക്കാണ്? കന്നി വോട്ടേഴ്സിന്. അതായത് പുതിയ അനിയന്മാർക്കും അനിയത്തിമാർക്കും ഇലക്ഷന് വോട്ട് ചെയ്യാൻ റെഡിയായിട്ട് നിൽക്കുന്ന 18 വയസ്സ് കഴിഞ്ഞ ആൾക്കാർക്ക്. അപ്പം പേരെടുത്ത് വിളിച്ചിട്ടാണ് ഒരു വീഡിയോ ഞാൻ കണ്ടു. പ്രിയപ്പെട്ട ജോയൽ എന്ന് പറഞ്ഞിട്ട് അഖിൽമാരാരാണ് നിൻ്റെ ഇത്തവണത്തെ ഈ വോട്ട്, വിലയേറിയ വോട്ട് ഈ ചേട്ടന് നൽകുക. ഞാനൊരു ചേട്ടനായിട്ടൊപ്പം ഉണ്ട്, അങ്ങനെയാണ് പറയുന്നത്. നിൻ്റെ ജ്യേഷ്ഠനാണ് ഞാൻ എന്ന് പറഞ്ഞിട്ട് നിൻ്റെ ചേട്ടൻ അഖിൽമാരാർ എന്ന് പറഞ്ഞതിനാണ് അവസാനിപ്പിക്കുന്നത്. പുള്ളി ഒരു ഉറപ്പ് കൊടുക്കുന്നുണ്ട്, എന്തു വന്നാലും നിങ്ങളുടെ ഒപ്പം ഞാനുണ്ടാകും എന്ന് പറഞ്ഞ് ഒരു ബ്രദർ ആയിട്ടുള്ള ഒരു ഇത് കൊടുക്കുകയാണ്. അപ്പോൾ ആൾ റീച്ച് ഔട്ട് ചെയ്യുന്ന രീതി ഭയങ്കരമായിട്ട്, എന്ന് വെച്ചാൽ എത്ര കന്നി വോട്ടേഴ്സ് ഇവിടെ ഉണ്ടോ അത്രയും പേരിലേക്ക് സോഷ്യൽ മീഡിയ വഴിയും വാട്സാപ്പ് വഴിയൊക്കെ എത്താനാണ് ശ്രമിക്കുന്നത്. അതിലയാൾ വിജയിക്കുകയും ചെയ്യും. അയാളെ അക്കാര്യത്തിൽ അപ്രീഷിയേറ്റ് ചെയ്യാണ്ട് പറ്റില്ല. സമീപനത്തിന് പ്രൊഫഷണലിസം ഉണ്ട്, ജെൻസി ടച്ച് ഉണ്ട്. അപ്പം അഖിൽമാരാർ സത്യം പറഞ്ഞാൽ ഉമാ തോമസിന് വിജയത്തിന് ഭീഷണി തന്നെയാണ്. ഇത് ദൂരക്കാഴ്ചയിൽ ആദ്യം ആൾക്കാർക്ക് പിടിയിട്ടുണ്ടാവില്ല, ദൂരെ നോക്കുന്നവർക്ക് ഒട്ടും മനസ്സിലാവില്ല. കാരണം ഈ മണ്ഡലത്തിന് വെളിയിൽ നോക്കുന്ന ആൾക്കാർക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന കാര്യമല്ല. കാരണം നോക്കുമ്പം കാതടപ്പിക്കുന്ന പ്രചരണ കോലാഹലങ്ങൾ കാണാനില്ല. സ്ഥാനാർത്ഥി ഓരോയിടത്തും വീട് കയറുകയും ഇറങ്ങുകയും ചെയ്യുന്ന രീതി പലയിടത്തുണ്ട്, അത് കാണാനില്ല. പ്രവർത്തകരിറങ്ങി അങ്ങനെ വോട്ട് പിടിക്കുന്നു കാണാനില്ല, ഇതൊന്നും കാണില്ല. പക്ഷേ ശക്തമായിട്ട് പ്രചരണം നടക്കേണ്ടെന്ന് മാത്രമല്ല, അയാളതിൽ 1ാം സ്ഥാനത്താണ്. അത് വളരെ കൃത്യമായിട്ട് ഞാൻ നോട്ട് ചെയ്തു. അതുകൊണ്ടാണ് അതിനിടയ്ക്ക് 2020 ആൾക്കാരോട് ചോദിച്ചു എന്താണ്, ഏത് സമീപനമാണ്. അപ്പോൾ അവർ പറയുകയും കൂടെ ചെയ്തു. അതും കൂടെ നോക്കി അവരുടെ ആയിട്ടുള്ള സോഷ്യൽ മീഡിയ ഹാൻഡിൽസിലേക്കൊക്കെ ശ്രദ്ധിക്കുമ്പോഴാണ് എത്ര പ്രൊഫഷണലായിട്ടാണ് നടക്കുന്നതെന്ന് കാണുന്നത്. ഈ പല മണ്ഡലവും നോക്കി പോകുമ്പം ഞാൻ ഇടയ്ക്ക് എന്താണ് എനിക്ക് ഏറ്റവും കൂടുതൽ ആകാംക്ഷ ഉണ്ടാക്കിയ മണ്ഡലങ്ങളിൽ ഒന്നെന്ന് പറയുന്നത് തൃക്കാക്കരയാണ്. കാരണം അഖിൽമാരാർ എന്നുള്ള ബിഗ് ബോസ് താരം. അഖിൽമാരാരെയും ഉമാ തോമസിനെ ആർക്കും പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഉമാ തോമസും അത്രയും ഈയിടെ അവർക്കൊരു ആക്സിഡൻറ്റ് പറ്റി, അതും അവർക്കൊരു വല്ലാത്തൊരു സ്ഥിതിയായിരുന്നു. അങ്ങനെ സംഭവിക്കരുതായിരുന്നു, അങ്ങനത്തെ ഒരു ആക്സിഡൻ്റൊക്കെ അവർക്കുണ്ടായി. നല്ലൊരു സ്ത്രീയാണ്. അപ്പോൾ അവരും അഖിൽമാരാരും തമ്മിൽ നേരിട്ടുള്ള പോരാട്ടം, അവിടെ ഇടതുമുന്നണിക്ക് ആ പോരാട്ടത്തിൽ പങ്കുള്ളതായിട്ട് ആരും തന്നെ സൂചിപ്പിക്കുന്നില്ല എന്നുള്ളതാണ് ഞാൻ കാണുന്ന ഒരു യാഥാർത്ഥ്യം. ഇനി വോട്ടിംഗ് പെർസെൻറ്റേജൊക്കെ നോക്കിയാൽ, അല്ലെ വോട്ട് ഷെയർ നോക്കിയാൽ എങ്ങനെയെന്ന് ചോദിച്ചാൽ ശരിയാണ്, കഴിഞ്ഞ തവണ ഉമാ തോമസ് വളരെ മുന്നിലുണ്ടായിരുന്നു. 72,000 വോട്ട് നേടിയ മണ്ഡലങ്ങളിലൊന്നും. അപ്പം മറ്റു പലയിടത്തെന്ന് വെച്ചാൽ അത്രയും പോലും ഒരു സ്ഥാനാർത്ഥി വോട്ട് നേടാറില്ല. 50,000 60,000 മുകളിലൊക്കെ ഉള്ളൊരു സംഖ്യയിലാണ് നിൽക്കുന്നത്. ഇവിടെ അങ്ങനല്ല, 72,000 വോട്ട് പിടിച്ചു. അവിടെ BJPയുടെ സ്ഥാനാർത്ഥിക്ക് 15,000-അടുത്ത് വോട്ട്. അപ്പോൾ നമുക്ക് തോന്നും അങ്ങനെ NDA BJP ആണുള്ളതിലെ മുഖ്യകക്ഷി. പക്ഷേ തൃക്കാക്കരയിൽ ഈ 2020 വളരെ ശക്തമാണ്. കഴിഞ്ഞ തവണ പ്രത്യേകിച്ച് ഉമാ തോമസിൻ്റെ ഹസ്ബൻഡിൻ്റെ മരണശേഷമാണല്ലോ അവർ MLA ആവുന്നത്. ആ ഒരവസ്ഥ വന്നപ്പം അവർക്കൊരു പിന്തുണ അന്ന് 2020 കൊടുക്കുകയത്, ആ സഹതാപത്തിനൊപ്പം നിൽക്കുകയത്. അവരെ എതിർക്കേണ്ട ആവശ്യമില്ല എന്നൊന്ന് ചിന്തിച്ചിട്ട് 2020 ആളെ നിർത്തിയില്ല. ഇങ്ങനൊരു കാര്യമുണ്ട്. അപ്പോൾ ഇത്തവണ ആളെ നിർത്തിയിരിക്കുകയാണ്. അവർക്ക് വ്യക്തമായ വോട്ട് ഷെയർ ഇവിടെ ഉള്ളൊരു മണ്ഡലമാണ്. എങ്ങനെ പോയാലും 25,000-നും 30,000-ലേക്ക് വോട്ട് അവർക്ക് എന്ത് വന്നാലും ഉണ്ട്. ഇതിൻ്റെ കൂടെ BJPയുടെ വോട്ടും കൂടെ ചേരുമ്പോഴത്തേക്കും, അതുപോലെ ജെൻസി സ്ഥാനാർത്ഥി വരുന്നു, അയാളുടെ അപ്രോച്ച്, അയാൾ ജനങ്ങളിലേക്ക് ഇടപെടുന്ന രീതി, അതുകൊണ്ട് തന്നെ BJPക്ക് ഞാൻ നോക്കുകയാണെങ്കിൽ 45,000-നും 50,000-നും ഇടയ്ക്ക്, BJP എന്നല്ല ഞാൻ പറയുന്നത്, NDA, കാരണം 2020 ആണ് കാൻഡിഡേറ്റ്. NDA BJP 2020 PDS സഖ്യമാണല്ലോ NDA എന്ന് പറയുന്നത്. അതിന് വളരെ മികച്ചൊരു മുന്നേറ്റം അവിടെ കാണാനുണ്ട്. പിന്നെ പല പല കാര്യങ്ങളും ഇന്ന് ചെറുപ്പക്കാർക്കിടയിൽ NDA ഗവൺമെൻറ്റിനെക്കുറിച്ച്, കേന്ദ്ര ഗവൺമെൻറ്റിനെക്കുറിച്ച് വന്നിരിക്കുന്ന നല്ല അഭിപ്രായങ്ങൾ, അഖിൽമാരാർ തന്നെ മോഡിയുടെ വികസന പ്രവർത്തനങ്ങളെ മുന്നിൽ കാണിച്ചുകൊണ്ടുള്ള പ്രചരണങ്ങൾ, അയാൾ ഓരോരോ പോഡ്കാസ്റ്റിലും ഓരോ വീഡിയോയിലും ഒക്കെ എടുത്ത് പറയുന്നുണ്ട്. എന്താണ് രാജ്യം വികസിക്കുന്നു, അതിനൊപ്പം കേരളം വികസിക്കണം, തൃക്കാക്കരയും വികസിക്കണം. കൃത്യമായിട്ട് ഞാൻ ജയിച്ചാൽ എന്താണ് ഞാൻ ചെയ്യാൻ പോണേ, അയാൾ ആ സ്റ്റാൻഡ് പറയുന്നുണ്ട്. ഇത് ചിന്തിക്കുന്ന ചെറുപ്പക്കാരെ, പുതിയ വോട്ടേഴ്സിനെയും ഇപ്പം നിലവിൽ വോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നവരെയും സ്വാധീനിക്കാൻ പറ്റിയ എല്ലാ ഘടകങ്ങളും അയാളുടെ പ്രവർത്തനത്തിലും വാക്കുകളിലും ഞാൻ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ തൃക്കാക്കര നടക്കാൻ പോകുന്ന ഇലക്ഷനിൽ അഖിൽമാരാർക്ക് വിജയം ആശംസിക്കുന്നു എന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എനിക്കതാണ് തോന്നുന്നത്.